ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്ത ചുരുക്കം ആളുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള ഫോണിനെ നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ കൈകളിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട്. അത് പല രീതിയിലുമുണ്ട്. താഴെ വീഴാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫോണിൻ്റെ അകത്ത് ആരെങ്കിലും സ്പൈ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഹാക്കിംഗ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. വീഡിയോ നിങ്ങൾ മുഴുവനും കാണാതെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യരുത്. വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം മാത്രം നിങ്ങളെല്ലാവരും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ അകത്തൊരു സ്പൈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കാണാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള സ്പൈ ആപ്ലിക്കേഷനുകളൊക്കെ ഹൈഡായിട്ടാണ് കിടക്കുക. നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞ് മറ്റുള്ള ആപ്ലിക്കേഷൻ കാണുന്നത് പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സ്പൈ ആപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കോളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഡാറ്റാസ്, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം തന്നെ മറ്റുള്ളവർക്ക് ആരാണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മളൊരാളുടെ കയ്യിൽ നമ്മുടെ ഫോണ് കുറച്ച് സമയത്തേക്ക് ഉപയോഗിക്കാൻ കൊടുത്തു. അവരതിനകത്തൊരു സ്പൈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. പുറമെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്പൈ ആപ്ലിക്കേഷനെയും അവിടെ കാണത്തില്ല. ഇന്നത്തെ വീഡിയോയിൽ ഈ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് സ്പൈ ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിടിച്ചു തരുന്നതായിരിക്കും. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പ്ലേ സ്റ്റോറിനകത്ത് ആൻറ്റിസ്പൈ മൊബൈലിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ആപ്ലിക്കേഷൻ നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും. ആൻറ്റിസ്പൈ മൊബൈൽ ഫ്രീ വേർഷനും താഴെയായിട്ട് നമുക്ക് ആൻറ്റിസ്പൈ മൊബൈൽ പ്രോ വേർഷനും. പ്രോ വേർഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, പൈസ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും. ഫ്രീ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊന്നും എനേബിൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി പരസ്യങ്ങൾ വരുന്ന ആപ്ലിക്കേഷനുകളാണെങ്കിൽ ഫ്രീ വേർഷൻ്റെ അകത്ത് കുറേ പരസ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രോ വേർഷൻ്റെ അകത്ത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഇതിൻ്റെ പ്രോ വേർഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ആപ്ലിക്കേഷൻ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം 5 മില്യൺ പ്ലസ് ഇൻസ്റ്റാൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച റിവ്യൂ ഒക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഏതായാലും നമുക്ക് ഇതിൻ്റെ ആൻറ്റിസ്പൈ മൊബൈൽ പ്രോ വേർഷൻ തന്നെ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നതായിരിക്കും. ആ ഭാഗം നിങ്ങളൊന്ന് റീഡ് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ശേഷം നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഇവിടെ സ്കാനിങ് ചെയ്യുന്നുണ്ട്. സ്കാനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പോപ്പപ്പ് മെസ്സേജ്, ഒരു വാർണിംഗ് മെസ്സേജ് കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് എൻ്റെ ഫോണിൻ്റെ അകത്ത് ഇപ്പോൾ സ്കാൻ ചെയ്ത സമയത്ത് ആപ്ലിക്കേഷൻ, അതായത് സ്പൈ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതിനർത്ഥം എൻ്റെ ഫോണിൻ്റെ അകത്ത് സ്പൈ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടില്ല. മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. 20 സസ്പീഷ്യസ് പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൻ്റെ അകത്തുണ്ട്. അതായത് നമുക്ക് അനാവശ്യമായിട്ട് കുറേ പെർമിഷനുകൾ ആപ്ലിക്കേഷന് നമ്മൾ കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഒരു ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് മൈക്കിൻ്റെ പെർമിഷൻ കൊടുക്കുക, കോൺടാക്ട്സിൻ്റെ പെർമിഷൻ കൊടുക്കുക. അങ്ങനെയുള്ള ആപ്ലിക്കേഷന് ചേരാത്ത കുറേ പെർമിഷനുകളുള്ള ആപ്ലിക്കേഷനുകൾ എൻ്റെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു 20 ആപ്ലിക്കേഷനാണ് ഇവിടെ കാണിച്ചു തരിക. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പിന്നീട് വരാം. പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ആദ്യം തന്നെ കാണാം സ്പൈവെയർ എന്നുള്ള ഭാഗത്ത് 0 കാണിക്കുന്നുണ്ട്. അവിടെ എൻ്റെ ഫോണിൻ്റെ അകത്ത് സ്പൈ ആപ്ലിക്കേഷൻ ഒന്നും തന്നെ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടില്ല. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് സ്പൈ ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്പേഴ്സ് കാണിക്കുന്നതായിരിക്കും. ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ 1 അല്ലെങ്കിൽ എത്രയാണോ ഉള്ളത് അവിടെ കാണിക്കുന്നതായിരിക്കും. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനെ തന്നെ അവിടെ നിന്ന് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കുന്നതാണ്.
രണ്ടാമത്തെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കാണാം വാർണിങ്സ്. ഇതിനകത്ത് 20 ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അനാവശ്യമായിട്ട് പെർമിഷൻ അലൗ ചെയ്ത് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ് നിങ്ങളിവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അനാവശ്യമായിട്ട് പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷനുകളൊക്കെ സ്പൈ ആപ്ലിക്കേഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇൻസ്റ്റാൾ ഡേറ്റ് അതുപോലെ തന്നെ ടൈമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വലതുവശത്തായിട്ട് ആ ഒരു മോർ ഇൻഫോ എന്നുള്ള ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇതിൻ്റെ ഫ്രീ വേർഷനാണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇതുപോലുള്ള ഓപ്ഷനൊന്നുമല്ല കാണിക്കുക. അത് ഞാൻ വലതുവശത്തായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. താഴെയായിട്ട് നമുക്ക് ചെറിയൊരു ബോക്സ് കാണാൻ സാധിക്കും, ദിസ് പ്രോഗ്രാം ഈസ് സേഫ് എന്നുള്ള ഭാഗത്ത് നമ്മളൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പോപ്പ് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പ്രോ വേർഷൻ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഓട്ടോ സ്കാനിങ് നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും സ്പൈയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഓട്ടോ സ്കാനിങ്ങിലൂടെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വഴി അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങളിവിടെ ആ ഒരു ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് സേഫ് സോണിലേക്ക് പോകുന്നതായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ആ ഒരു ആപ്ലിക്കേഷൻ സ്പൈ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കാണണമെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ 19 ആപ്ലിക്കേഷൻ മാത്രമേ അനാവശ്യമായിട്ട് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നുള്ളൂ. കാരണം ഒരു ആപ്ലിക്കേഷൻ ഓൾറെഡി നമ്മൾ സേഫ് സോണിലിട്ടും അത് നമുക്ക് ഇനി എന്തെങ്കിലും സ്പൈ ആപ്ലിക്കേഷനായിട്ട് മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് നോക്കാം. മുകളിലായിട്ട് ഈ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും എനാബിൾഡ് ഓട്ടോ സ്കാൻ. ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്തിട്ട് വല്ല ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം പ്രോ വേർഷനിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ, ഫ്രീ വേർഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളെപ്പോഴും എനാബിൾ ചെയ്ത് വെച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഓട്ടോ സ്കാനിങ് നടക്കത്തുള്ളൂ. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് താഴെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണോ അല്ലെങ്കിൽ നമുക്ക് വാർണിംഗ് നോട്ടിഫിക്കേഷൻ വരണം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് വെക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം. വളരെ സൈസ് കുറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. 1 MB പോലും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ തന്നിട്ടുള്ള ആ ഒരു പ്രോ ലിങ്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.